ഈ ഹമാസിനും ഇറാനും ഉണ്ടായ തോൽവി ഈ ഹമാസ് അനുകൂലികൾക്ക് ഗ്ലോബലായിട്ട് ജൂയിഷ് കമ്മ്യൂണിറ്റിയെ അറ്റാക്ക് ചെയ്യണമെന്നൊരു വലിയ സംഭവമാണ്. എവിടെയൊക്കെ ജൂയിഷ് കമ്മ്യൂണിറ്റിയെ കാണുന്നു അവരെ എല്ലാ രീതിയിലും അറ്റാക്ക് ചെയ്യുക, അവരുടെ സ്കൂളുകൾ അറ്റാക്ക് ചെയ്യുക, അതായത് കുട്ടികളെ കൊച്ചുകുട്ടികളെ ഇരിക്കുന്ന കിൻഡർ ഗാർഡൻ അവിടെ അറ്റാക്ക് ചെയ്യുക, ഷോപ്പുകൾ അറ്റാക്ക് ചെയ്യുക, അവരുടെ എവിടെയൊക്കെ കുമ്മിടിച്ചു കൊടുന്ന് അവിടെ പോയി വെടിവെക്കുക. അതായത് മനസ്സിലാക്കുക, ഈ ബോണ്ടി ബീച്ച് അറ്റാക്കിനകത്ത് ആ കാറിനകത്ത് ഹ്യൂജായിട്ടുള്ള എക്സ്പ്ലോസീവ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് പറയുന്നത്, ആത്മഹത്യ ചെയ്തും ആൾക്കാരെ കൊന്നും സ്വർഗത്തിൽ പോകുന്ന ഐഡിയോളജി, അതായത് അതിൻ്റെ റിലീജിയസ് ഐഡിയോളജി, അത് വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം ഇന്നും ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. അതായത് വരാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് ഈ ഓസ്ട്രേലിയൻ ഇഷ്യൂ ഇന്ത്യക്കാരെയും ബാധിക്കും. അതായത് ഇന്ത്യയിൽ ഓസ്ട്രേലിയ ഇഷ്ടംപോലെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ മുസ്ലിങ്ങളുണ്ട്, മലയാളികളെ എനിക്കറിയുന്ന പലരുമുണ്ട്. അപ്പം ഇതേപോലെയുള്ള മുസ്ലിം പേരുകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന കാര്യം, പിന്നീട് ഈ സംഭവം പല ആൾക്കാർക്കും അവിടെ പോകാൻ പറ്റാത്ത രീതിയാകും. അതായത് ഗവൺമെൻറ് ഓഫ് ഓസ്ട്രേലിയ മറ്റുള്ള ഗ്ലോബൽ രാജ്യങ്ങൾ, ഇൻക്ലൂഡിങ് അമേരിക്ക ആണെങ്കിൽ, യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഒക്കെ പ്രഷർ വന്ന് അവർ വലിയ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കും. ആക്ഷൻ എടുത്തപ്പോൾ അവിടുന്ന് ഈ ഡീപ്പോർട്ടേഷൻ ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. ഇതാണ് ഇത് അനന്തരഫലം ഉണ്ടാകാൻ പോകുന്നൊരു കാര്യം. പറയാം, ഇസ്രായേലി ജൂയിഷ് കമ്മ്യൂണിറ്റി ഒന്നും ഈ പറയുന്ന പോലെ 1 or 2 ഇൻസിഡൻറ്റ് ഒന്നും പേടിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഈ പറയുന്ന അവർക്ക് എല്ലായിടത്തും അവർക്ക് ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. അതായത് മനസ്സിലാക്കുക, ഏകദേശം 1000-1200 പേർ കൊടുക്കുമ്പോൾ എവിടുന്നോ മറഞ്ഞിരുന്നാണ് ഇവർ ഫയർ ചെയ്യുന്നത്. അവർക്കറിയാം അവർ ഒറ്റപ്പെടുത്തി കൊല്ലാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെ എങ്ങനെ ആയിരിക്കും ഒരു ഗ്ലോബലി ഈ പറയുന്ന ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. അവർക്കും ഇത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.